തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ്. ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ പൂപ്പത്തി ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന ഉത്തരവ്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന ഹൈവേയിൽ നടക്കുന്ന നിർമ്മാണം പൂർത്തീകരിക്കാനും പ്രവർത്തനങ്ങൾ യാത്രാ ദുരിതങ്ങൾ പരിഹരിക്കാനും നൽകിയ ഹർജിയിൽ ബന്ധപ്പെട്ട PWD, KSTP, വാട്ടർ അതോറിറ്റി തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടറുടെയും യോഗം വിളിച്ചു ചേർത്ത് വർക്ക് പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി ജില്ലാ കളക്ടർക്ക് ഇടക്കാല ഉത്തരവ് നൽകി. പൊതുപ്രവർത്തകരായ PA സീതി മാസ്റ്റർ, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ്. 2023 ജൂൺ 8 റവന്യൂ മന്ത്രിയടക്കം പങ്കെടുത്ത യോഗത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം വർക്ക് പൂർത്തീകരിക്കാൻ കളക്ടർ KSTPക്കും കോൺട്രാക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ഉത്തരവ് പാലിക്കപ്പെട്ടില്ല എന്ന് കോടതി പരാമർശിച്ചിട്ടുണ്ട്. 1 വർഷം കൊണ്ട് ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കാമെന്ന് KSTP അഭിഭാഷകൻ ബോധിപ്പിച്ചെങ്കിലും ഹർജിക്കാർ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച് കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണുണ്ടായത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ്. എതിരാളികൾക്ക് പോലും അതിശേദ്യനായ ജനകീയ രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ആചരിച്ച് പ്രവർത്തകർ. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ഉമ്മൻചാണ്ടി ഓർമ്മദിനമായി ആചരിച്ചു. അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC ജനറൽ സെക്രട്ടറി AA അഷഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതാക്കളായ കരീം മഞ്ഞൾവളിപ്പിൽ, ജോയ് ചാക്കോള, ലിയോ കൊടിയൻ, സുരേന്ദ്രൻ കണ്ണൻകാട്ടിൽ, KR പ്രേമ, ഷേർലി ജോയ്, മാഗി ജോസ്, ഷൈനി റാഫേൽ, സാവിത്രി കൃഷ്ണൻ, വത്സൻ പഴുക്കര, സേവ്യർ കാരേക്കാട്ട്, ഡെന്നി പള്ളൻ, ജലീൽ മാരേക്കാട് എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാളയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. AA അഷഫ്, സോയി കോലഞ്ചേരി, സന്തോഷ് ആത്തപ്പള്ളി, ഷേർലി ജോയ്, KR പ്രേമ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നടത്തി. മുൻ മണ്ഡലം പ്രസിഡന്റ് A ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കമാൽ കാട്ടകത്ത്, EB സജീവ്, അയൂബ് കരൂപ്പടന്ന, AR രാംദാസ്, V മോഹൻദാസ്, മഹേഷ് ആലിങ്ങൽ, ജബി അലിയാർ, K കൃഷ്ണകുമാർ, MS മുഹമ്മദ് അലി, നൌഷാദ് ചിലങ്ക, സതീശൻ, രഘു, MN സുരേഷ്, സഖീർ, ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൈപ്രംകുഴി പീലാർമൊഴി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൈപ്രംകുഴി സെന്ററിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CV ആന്റണി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. TB ദേവരാജൻ, TL ദേവസി, ബെന്നി നബേലിൽ, KL മാത്യു, TO ജോസ്, ജോജി പോൾ, ഓമന ജോസ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, CJ ജോഷി, PS ഷാഹിർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, KS ഷുഹൈൽ, PT രാമചന്ദ്രൻ, KK വാസുദേവൻ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. നാലമ്പല തീർത്ഥാടകരുടെ പ്രധാന പാതയായ അന്നമനട മൂഴിക്കുളം റോഡിൽ നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ BJP അന്നമനട പഞ്ചായത്ത് കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. BJP മാള മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു.
വിവിധ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തെ ഈ റോഡിൻ്റെ വിവിധ ഭാഗങ്ങൾ പലതരത്തിൽ കുണ്ടും കുഴിയും ഒരു വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ തകർന്നു കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ അധികാരികളൊന്നും ഇതൊന്നും കാണാൻ സമയമില്ലാതെ പാഞ്ഞു നടക്കുകയാണ്. പ്രത്യേകിച്ച് അന്നമനട തുടങ്ങി പലതരത്തിലുള്ള കുഴികൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോൺക്രീറ്റോ എന്തോ മിശ്രിതങ്ങൾ കുറച്ച് ദിവസത്തേക്കായിട്ട് നിലനിൽക്കുന്ന തരത്തിലൊന്ന് കുഴി അടച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ കണ്ണിലേക്ക് ഒരു പൊടിയിടുക എന്നുള്ള ഒരു സൂത്രം മാത്രം. BJP അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എ. കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ പാണാട്ട്, PV ബിനി, മണ്ഡല സെക്രട്ടറി KA രാജീവ്, KA രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത്, വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത്, അന്നമനട സർക്കാർ ആയുർവേദ ആശുപത്രി, സ്നേഹദീപം വയോജന ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മരുന്ന് കഞ്ഞി വിതരണം ചെയ്തു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാ പദ്ധതികൾ നിരവധി നടപ്പാക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ഉണ്ടാകുന്നത്. അന്നമനടയ്ക്കകത്ത് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പകൽ വീടുകൾ തോറും അതോടൊപ്പം തന്നെ വയോജന ക്ലബ്ബുകൾ തോറും ആയുർവേദവും ഹോമിയവും അലോപ്പതി അടക്കമുള്ള ചികിത്സാ രീതികൾ അത് വാതിൽപ്പടി സേവനത്തിലൂടെ അതല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും ഡോക്ടർമാരും സംഘവും മരുന്നും അടക്കം ചേർന്നുകൊണ്ട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന പഞ്ചായത്ത് കൂടി. ഇപ്പോൾ കോവിഡ് കാലത്ത് ആരോഗ്യമിത്രം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ 39 ക്യാമ്പുകളിലൂടെ ഏകദേശം 4000-ഓളം വരുന്ന മുതിർന്ന പൗരന്മാർക്ക്. പഞ്ചായത്ത് അംഗം KA ബൈജു അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ, പഞ്ചായത്ത് അംഗം KK രവി നമ്പൂതിരി, മെഡിക്കൽ ഓഫീസർ ബബിത, വയോജന ക്ലബ്ബ് സെക്രട്ടറി PK മോഹനൻ, പ്രസിഡന്റ് K പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. ആളൂർ രാജർഷി മെമ്മോറിയൽ വിദ്യാലയത്തിൽ പത്തിലക്കറി തയ്യാറാക്കി വിതരണം ചെയ്തു. സ്കൂളിൽ 10 വർഷമായി നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് പത്തിലക്കറി ഉച്ചഭക്ഷണത്തോടൊപ്പം എന്ന പദ്ധതി. കർക്കിടക മാസത്തിൽ പ്രതിരോധശേഷിക്കായും ആരോഗ്യ സംരക്ഷണത്തിനുമായി തുടർന്നു വന്നിരുന്ന ശീലം പുതിയ തലമുറയിലേക്ക് പകർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പത്തിലക്കറി തയ്യാറാക്കുന്നത്. വിദ്യാർത്ഥികൾ തന്നെ ശേഖരിച്ച പത്തിലകൾ വൃത്തിയാക്കി അരിയുന്നതും പാചകം ചെയ്യുന്നതും വിദ്യാർത്ഥികൾ സ്കൂളിലെ പാചകക്കാരിയെ സഹായിക്കുകയും ചെയ്യുന്നു. പശുനെയ്യും നാളികേരവും ചേർത്ത് തയ്യാറാക്കുന്ന പത്തിലക്കറി ന്യൂജൻ സ്റ്റുഡൻസിന്റെ ഇടയിലും താരമാണ്. സംസ്കൃതം അധ്യാപകൻ പ്രശാന്ത് P രാജനാണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ്, PT അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി. വർദ്ധിപ്പിച്ച രാസവള വില വർധനവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ പ്രതിഷേധ നടപടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PF ജോൺസൺ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, സുരേഷ് കൊച്ചേരി, KV പ്രദീപ് കുമാർ, CN സുദർശനൻ, VS ഗോപാലകൃഷ്ണൻ, MK ബാബു എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 25 വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ചെയർപേഴ്സൺ ഷിബു മാലപ്പൻ വിതരണോദ്ഘാടനം നടത്തി. വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KV പോൾ, പ്രീതി ബാബു, ആനി പോൾ, ദീപു ദിനേശ്, LDF ലീഡർ CS സുരേഷ്, കൗൺസിലർമാരായ ജിതി രാജൻ, ജോർജ് തോമസ്, സൂസമ്മ ആന്റണി, ജോയ് ചാമവളപ്പിൽ, ICDC സൂപ്പർവൈസർ ബിന്ദു ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു. വൈസ്മാൻ ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിലെ ചാലക്കുടി മെയിൻ ക്ലബിന്റെ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം, കലാഭവൻ മണി അവാർഡ് വിതരണം, PV നളൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കുടുംബ സംഗമം എന്നിവ ജൂലൈ 20 നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 ചാലക്കുടി മർച്ചന്റ്സ് ജൂബിലി ഹാളിൽ നടക്കുന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മാക്സ് കണ്ണൂക്കാടൻ, സെക്രട്ടറി ജോൺ ആളൂക്കാരൻ, ബുള്ളറ്റിൻ എഡിറ്റർ ജയൻ കലാഭവൻ, പുതിയ ഭാരവാഹികളായ ജോയി കരിപ്പായി, മിനോജ് EK എന്നിവർ പങ്കെടുത്തു.
മതിലകം OLFGHS സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സ്വരക്ഷ സംഘടിപ്പിച്ചു. പരിശീലനം ലഭിച്ച 21 വ്യക്തികൾ ക്ലാസ് നയിച്ചു. തുടർന്ന് സുംബ, മോണ ആക്ട്, മൈം, ഏകാംഗ നാടകം എന്നിവ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ OA ജെറ്റിൻ, പ്രധാനാധ്യാപിക സിസ്റ്റർ റെനാറ്റ, PTA പ്രസിഡന്റ് റാഫി മതിലകം BBC പ്രശാന്ത്, ആദിത്യൻ കാതിക്കോട്, TB സന്തോഷ് ബാബു, TS സജീവൻ, അസ്മാബി കോളേജ് സൈക്കോളജി വിഭാഗം വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായി. മേത്തലപ്പാടം ശ്രീ അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കർക്കിടകം 1 മുതൽ 7 വരെയാണ് ഔഷധക്കഞ്ഞി വിതരണം നടക്കുന്നത്. സമിതിയുടെ സ്ഥാപക സെക്രട്ടറി EN കല്യാൺ K മേത്തല ഔഷധക്കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TK സുധി, സെക്രട്ടറി MD അശോക് കുമാർ, ട്രഷറർ TK റോയ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ഒന്നുകുറെ 1000 യോഗം വക മേത്തല പറമ്പിക്കുളങ്ങര കൊട്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ലളിത സഹസ്രനാമ പാരായണവും ദേവി മഹാത്മ്യ പാരായണവും നടന്നു. കർക്കിടക മാസത്തിലെ വിശേഷാൽ ദിവസത്തിൽ നിരവധി അമ്മമാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ്. ഓർമ്മ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ പൂപ്പത്തി ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.